നമസ്കാരം. ഈസി ആയുർവേദയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശില്പ രാംദാസ്. ആയുർവേദ പ്രകാരം സ്രോതസ് എന്നത് പോഷകങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന ചാനലുകളാണ്. കണ്ണിൽ രക്തക്കുഴലുകളില്ലാത്ത കോർണിയ, ലെൻസ് തുടങ്ങിയ വ്യത്യസ്ത കോശങ്ങളുണ്ട്. അവയിൽ ഓക്സിജൻ, പോഷകങ്ങൾ എന്നിവയുടെ വ്യാപനം ഡിഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത്. ആയുർവേദത്തിൽ പറയുന്ന സ്രോതസ് എന്നത് സിര, ധമനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രക്തക്കുഴലുകൾ തന്നെയാണോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആയുർവേദത്തിൽ ശരീരത്തിന്റെ വിവിധ ചാനലുകൾ വിശദീകരിക്കാൻ സ്രോതസ്സുകൾ, ധമനി, സിര തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കുന്നു. ധ്മാനാത് ധമന്യഃ, ശ്രവണാത് ശ്രോതാംസി, സരണാത് സിരഃ എന്നാണ് ചരക സംഹിതയിൽ വിശദീകരിക്കുന്നത്. ധ്മാനാത് ധമന്യഃ. ധ്മാന എന്നാൽ മിടിക്കുന്നത്, സ്പന്ദനം എന്നീ അർത്ഥങ്ങളാണ്. മിടിക്കുന്നതിനാൽ ഇവ ധമനികൾ എന്ന് അറിയപ്പെടുന്നു. ഇവയെ ആർട്ടറീസുകളുമായി താരതമ്യം ചെയ്യാം. അടുത്തത് ശ്രവണാത് ശ്രോതാംസി. ചില ചാനലുകൾക്കുള്ളിലൂടെ ദ്രാവകങ്ങളുടെ ചലനം സാധ്യമാകുന്നു. അവയെ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നു. ഭക്ഷണം ദഹിച്ചതിന് ശേഷം രൂപം കൊള്ളുന്ന പോഷക ഘടകത്തെ രസധാതു എന്ന് വിളിക്കുന്നു. ഈ പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന ചാനലുകളെയാണ് സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നത്. സരണാത് സിരഃ, അതായത് ലളിതമായ ചലനം. ചില ചാനലുകൾ സിരകൾ എന്ന് അറിയപ്പെടുന്നു. ചുരുക്കത്തിൽ വിവിധ ദ്രാവകങ്ങൾ, ഹോർമോണുകൾ, എൻസൈമുകൾ, വാതകങ്ങൾ, നാഡീപ്രേരണകൾ മുതലായവ സഞ്ചരിക്കുന്ന ചാനലുകളാണ് സ്രോതസ്സുകൾ. സിരകളെ വെയിനോട് താരതമ്യം ചെയ്യാവുന്നതാണ്. ധമനികൾ എന്നാൽ ആർട്ടറീസ്. ശരീരഘടനാപരമായ വീക്ഷണകോണിൽ നിന്നല്ല, പകരം പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്രോതസ്സുകളെ വിശദീകരിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, പ്രാണവാഹ സ്രോതസ്സുകളെ ഓക്സിജൻ വഹിക്കുന്ന ചാനലുകളായി കണക്കാക്കാം. യഥാർത്ഥത്തിൽ ശ്വസന വ്യവസ്ഥയും ഓക്സിജൻ വഹിക്കുന്ന രക്തക്കുഴലുകളും ഇതിൽ ഉൾപ്പെടും. ഇവ രണ്ടും ചേർന്നതിനെ പ്രാണവാഹ സ്രോതസ്സായി കണക്കാക്കാം. വിവിധ ശരീരഭാഗങ്ങളിലേക്ക് ഭക്ഷണത്തിലെ പോഷകാംശം എത്തിക്കുന്ന ചാനലുകളാണ് രസവാഹ സ്രോതസ്. ദഹനത്തിന് ശേഷം പോഷകാഹാരം രക്തത്തിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു. ഈ അർത്ഥത്തിൽ രക്തക്കുഴലുകൾ തന്നെ രസവാഹ സ്രോതസ്സുകളായി കണക്കാക്കാം. രക്തക്കുഴലുകൾ ഭക്ഷണത്തിന്റെ പോഷണഭാഗം കുടലിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. രസധാതു എന്നത് ഭക്ഷണത്തിന്റെ പോഷകാംശമാണ്. അതായത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, ധാതുക്കൾ തുടങ്ങിയവ. രസധാതു സഞ്ചരിക്കുന്ന രക്തക്കുഴലുകൾ തന്നെയാണ് രസവാഹ സ്രോതസ്സുകൾ. സ്രോതസ്സുകൾ എന്നത് അവയുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ശരീരഭാഗമായി കണക്കാക്കാൻ കഴിഞ്ഞെന്ന് വരണമെന്നില്ല. ഡിഫ്യൂഷൻ, ഓസ്മോസിസ് എന്നിവ വഴി പോഷകാംശം വ്യാപിക്കുന്നതിനെയും സ്രോതസ്സുകളായി കണക്കാക്കാം. ഹോർമോൺ പാതകൾ, നാഡീതന്തുക്കൾ എന്നിവയും ചിലപ്പോൾ നാഡികൾ, ധമനികൾ, സിരകൾ മുതലായവയും സ്രോതസ്സുകളായി കണക്കാക്കപ്പെടുന്നു. മനോവാഹ സ്രോതസ്. ന്യൂറോ ഹോർമോണുകൾ, സെൻസറി സിഗ്നലുകൾ വഹിക്കുന്ന ചാനലുകൾ മുതലായവയെ മനോവാഹ സ്രോതസ്സുകളായി കണക്കാക്കാം. ചുരുക്കത്തിൽ ധമനികളെ ആർട്ടറികളുമായും സിരകളെ വെയിൻസുമായും താരതമ്യപ്പെടുത്താം. ജീവിത സൗഖ്യത്തിന് ആയുർവേദം എന്ന ഞങ്ങളുടെ പുതിയ മലയാള പുസ്തകം വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ മറ്റൊരു മലയാള പുസ്തകമാണ് ലളിതമായ ആയുർവേദ വീട്ടുവൈദ്യങ്ങൾ. സന്ധിവേദന, അസിഡിറ്റി, അലർജി, മൂത്രാശയക്കല്ല് മുതലായ നിരവധി രോഗാവസ്ഥകൾക്ക് ആയുർവേദ പാഠപുസ്തകങ്ങളിൽ വിവരിച്ചിരിക്കുന്ന പ്രതിവിധികൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആയുർവേദം ഘട്ടം ഘട്ടമായി പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് ഞങ്ങൾക്ക് വീഡിയോ കോഴ്സുകൾ, ക്ലാസുകൾ, പുസ്തകങ്ങൾ, ഇ ബുക്കുകൾ തുടങ്ങിയവയുണ്ട്. ചുവടെയുള്ള ബോക്സിൽ അവ വാങ്ങുവാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഡയബറ്റിസ് റിവേഴ്സൽ കോഴ്സിൽ ചേരുന്നതിലൂടെ ടൈപ്പ് 2 ഡയബറ്റിസ് റിവേഴ്സൽ സ്പെഷ്യലിസ്റ്റ് ആകുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.